ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പം മഴയും കാറ്റും ഒക്കെ ആണ് കേട്ടോ ഇവിടെ സ്ഥിരമായിട്ടിപ്പം. രാവിലെ തന്നെ പറമ്പിൽ കൂടെ ഒക്കെ ഒന്ന് ചുമ്മാ ഇറങ്ങിയതാണ്. എന്തായാലും മഴയൊക്കെ ആയിട്ട് 2 ദിവസമായിട്ട് പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. രാവിലെ നോക്കിയപ്പോൾ ചെറിയ ചാറ്റൽ മഴ ഉണ്ടെങ്കിലും വലിയ പ്രശ്നമില്ലാത്ത മഴയാണ്. അപ്പോൾ ഞാൻ ചുമ്മാ പറമ്പിൽ കൂടെ ഒക്കെ ഒന്ന് ഇറങ്ങി കേട്ടോ. ചെടിയും പൂവും കായും ഒക്കെ ഒന്ന് നോക്കി നടന്ന് പിന്നെ നമ്മുടെ ഓരോ അയിലൊക്കെ ഇവിടെ ഒക്കെ ഒന്ന് റോന്തി ഇട്ടിട്ടിങ്ങ് പോകുന്നു. ഒരു കരിയും ചൂടും ആവിയൊക്കെ ആയിട്ട് പൊറുത്തി മുട്ടി നിന്ന് നമുക്ക് ഇടയ്ക്കൊരു മഴ പെയ്തപ്പോൾ സമാധാനമായിരുന്നു കേട്ടോ. പക്ഷെ അത് നിർത്താതെ പെയ്യാൻ തുടങ്ങിയപ്പോൾ വലിയ സമാധാനം തോന്നില്ല. കാരണം അന്നന്ന് പണിക്കൊക്കെ പോയി ജീവിക്കുന്നവരുടെ കാര്യമാണ് ഏറ്റവും ശോകം കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ റെഡ് അലേർട്ടാണ്. പിന്നെ എന്ത് പറയാനാണ്, നമ്മൾ കഞ്ഞിയും കറിയൊക്കെ വെച്ച് വീട്ടിൽ കഴിച്ച് കുടിച്ചിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പം മഴ തോർന്നു നിന്നുകൊണ്ടാണ് പറമ്പിൽ കൂടെ ഒക്കെ ഇറങ്ങിയത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ പുതപ്പിനകത്തുനിന്ന് ഒരു തരത്തി വലിഞ്ഞേറ്റ് കഞ്ഞിയും കറിയൊക്കെ വെച്ച് കഴിക്കുന്നു, പിന്നെയും പോയി അവിടെ തന്നെ ഇരിക്കുന്നു എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസം ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ. ഏകദേശം ഒരു 7:45 ആയപ്പോഴാണ് എണീറ്റത്. പക്ഷേ അത്രയും സൂര്യപ്രകാശമൊന്നും ഇല്ലാത്തതുകൊണ്ടൊരു 6:30 6 മണി ഒരു അന്തരീക്ഷമാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കുളിച്ചിട്ട് നമ്മുടെ പരിപാടികളൊക്കെ അങ്ങ് പതുക്കെ തുടങ്ങാമെന്ന് വിചാരിച്ച് രാവിലെ കുളിക്കാനായിട്ട് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ അങ്ങനെ ചൂടുവെള്ളത്തിൽ കുളി എങ്ങും ഇല്ല കേട്ടോ. പിന്നെ വല്ല പനിയൊക്കെ ആണെങ്കിൽ കുളിച്ചാലേ ഉള്ളൂ. ഇന്ന് പക്ഷേ ഞാൻ വെള്ളം തൊട്ട് നോക്കിയപ്പോഴത്തേക്കും നല്ല ഐസിൻ്റെ തണുപ്പ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതാണ് ഉചിതം എന്ന് തോന്നി. വല്ല ജലദോഷമൊക്കെ വന്നാൽ പിന്നെ ഒന്നാമത് പണിയില്ല, പൈസ ഇല്ല, അതിൻ്റെ കൂടെ ഇനി അസുഖം കൂടെ വരുത്തി വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ അടുപ്പിൽ തീയൊക്കെ കൂട്ടി ചൂടുവെള്ളം വെച്ച് അത് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പം തീ ഉണ്ട് അടുപ്പിൽ. എന്നാൽ പിന്നെ ടിപ്പൂനുള്ള അരിയും കൂടി അങ്ങ് ഇട്ടേക്കാണെങ്കിൽ അതവിടെ കിടന്ന് നീര് പതുക്കെ വെന്തോളൂല്ലോ. അപ്പോൾ അവനുള്ള ചോറൂടെ അടുപ്പിലേക്ക് ഇട്ടു. അപ്പോഴാണ് ഞാൻ ഓർത്ത് കുറച്ച് മീനൂടെ വെട്ടാനുണ്ടല്ലോ എന്ന് കേട്ടോ. അപ്പം ഞാൻ കുളിക്കുന്നതിനിപ്പുറം ആ മീനൂടെ അങ്ങ് വെട്ടി. അതിന് ശേഷം ആ മീന്തലയൊക്കെ ഇട്ട് ടിപ്പുവിൻ്റെ ചോറിനകത്തേക്ക് ഇട്ട് എടുത്തു കേട്ടോ. അതിന് ശേഷം വന്നിട്ട് തുണിയൊക്കെ ഒന്ന് കഴുകാനെല്ലാം വാഷിംഗ് മെഷീനകത്തേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ വെള്ളമൊക്കെ തുറന്നു വിടാനായിട്ട് അതിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പുറത്തോട്ടിറങ്ങി. നമുക്ക് ആ പറമ്പിൻ്റെ അങ്ങേറ്റത്തൊരു കപ്പളങ്ങ ഉണ്ടായിരുന്നു ഇപ്പം കേട്ടോ. അത് കുത്തിച്ചടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ തുണിയലക്കൽ പരിപാടിയൊക്കെ ഏട്ടനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പറമ്പിൽ പോയി 2 കപ്പളങ്ങ കുത്തിക്കൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ ഇത് ഇന്ന് കറി വെക്കാനല്ല, ഇന്നിപ്പം നമുക്ക് ബീട്രൂട്ട് ഇരിപ്പുണ്ട്, പാവയ്ക്കുണ്ട്, പിന്നെ മീനൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിക്കണം വൈകിട്ട് ഏട്ടയൊക്കെ ഇടയ്ക്ക് പോകുമ്പോഴത്തേക്കിനും 2 കവർ മോര് മേടിപ്പിക്കുകയാണെങ്കിൽ കപ്പളങ്ങയും കൂടെ കഷ്ണിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊരു കറി വെച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസത്തേനും പിന്നെ മോര് കൂട്ടാൻ മതിയല്ലോ. ഒഴിച്ചേറിക്ക് വേറെ ഒന്നും തപ്പിപ്പോണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മഴയൊക്കെ തോർന്നു നിന്നപ്പോൾ പോയി പറിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോയി തലതണുക്ക എണ്ണയൊക്കെ ഒന്ന് വെച്ച് വിശദമായിട്ട് അങ്ങ് കുളിച്ചു. കുളി കഴിഞ്ഞ് വന്ന് ഇനി നമ്മൾ കാപ്പിയുടെ കാര്യങ്ങളിലേക്ക് പതുക്കെ കിടക്കാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ വേണ്ടിയിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ കുറച്ച് മാവെടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് എടുത്ത് നമ്മൾ ചൂടുകയാണ് കേട്ടോ. അപ്പം ഞാൻ വന്ന വഴി ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അത് വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തണുപ്പൊക്കെ മാറി മാവ് നല്ല കറക്റ്റ് പാകത്തിന് ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ദോശയാണ് ചുടുന്നത്. ഇന്നലെ ഇഡ്ഡലി അല്ലായിരുന്നു. അപ്പോൾ എന്നും ഒരേ സാധനം ഉണ്ടാക്കിയ പിള്ളേർക്കൊന്നും ഒരു മീച്ചമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ദോശയാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ചടപടാന്ന് കുറച്ച് ദോശ അങ്ങ് ചുട്ടെടുത്ത് അതിന് ശേഷം നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. എന്നത്തെയും പോലെ തന്നെ എപ്പോഴും നമ്മൾ റെസിപ്പിയൊക്കെ പറയുന്നതാണ്. കടുകൊക്കെ പൊട്ടിച്ച്, കടുകില്ലാത്തതുകൊണ്ട് ഞാൻ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടാണ് കേട്ടോ പൊട്ടിച്ച്. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയും നമ്മുടെ മുളക് പൊടിയും പിന്നെ ഉള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്ത് അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചമ്മന്തി റെഡിയാക്കി. അപ്പം നമ്മളിനി കാപ്പി കുടിക്കാനൊക്കെ ആയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് നേരത്തെ തന്നെ വിശക്കും. നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു 10:30 ആകുമ്പോഴാണ് നമ്മുടെ കാപ്പിയുടെ പരിപാടികൾ പതുക്കെ തുടങ്ങുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ എണീറ്റ് പല്ലൊക്കെ തേച്ച് വന്ന് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വയറ് ചെയ്യാൻ തുടങ്ങും. തണുപ്പായതുകൊണ്ടാണ്. അങ്ങനെ പിന്നെ ദോശയൊക്കെ ആക്കി വെച്ചതിന് ശേഷം കടിഞ്ചായ ഇട്ടു. നമ്മളിനി കാപ്പി കുടിക്കാൻ പോവുകയാണ്. അപ്പോഴത്തേക്കിനും കുഞ്ഞാപ്പി എണീറ്റ് വന്നിട്ടുണ്ട്. അബി എണീറ്റ് വന്നില്ല കേട്ടോ. കുഞ്ഞാപ്പി പിന്നെ ഞാൻ എണീറ്റ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കിനും എണീറ്റ് വരും. അബി പിന്നെ നന്നായിട്ട് ഉറങ്ങിയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇപ്പം ഭയങ്കര മടിയാണ്, മഴയൊക്കെ ആയതുകൊണ്ട് എണീറ്റ് വരെ എങ്ങനെ ആയാലും 8:45 9 മണിയൊക്കെ ആവും കക്ഷി എണീറ്റ് വരും. ഇനി ക്ലാസ് തുടങ്ങി കഴിയുമ്പോൾ എന്താകും എന്നറിയത്തില്ല കേട്ടോ. രാവിലെ എണീപ്പിക്കാൻ നല്ല പാടായിരിക്കും. അങ്ങനെ പിന്നെ കുഞ്ഞാപ്പീനെ പല്ലൊക്കെ തേപ്പിച്ച് അവന് കാപ്പി കൊടുത്തു. പിന്നെ ഏട്ടയ്ക്കും കാപ്പിയൊക്കെ കൊടുത്ത് അങ്ങനെ അവർ 2 പേരും കാപ്പി കുടിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഞാനും കാപ്പി കുടിക്കണം. പിന്നെ ഇന്നിപ്പോൾ രാവിലെ തന്നെ നമുക്ക് കുറച്ച് പഴംപൊരി ഉണ്ടാക്കണം. ഇന്നലെ 4 മണിക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ പിള്ളേരോട്. അപ്പോൾ ഇന്നലെ ഭയങ്കര മഴയും കാറ്റും പിന്നെ കറണ്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് നാളെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇന്നലെ രാവിലെ ഇരുന്ന് ഇഡ്ഡലിയൊക്കെ വെച്ച് 4 മണിക്കാപ്പി അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പം ഞാൻ അബദ്ധത്തിൽ പറഞ്ഞു പോയി പഴംപൊരി ഉണ്ടാക്കി തരാമെന്ന് കേട്ടോ. ഇപ്പം ഒറ്റക്കാലയിൽ നിൽക്കുകയാണ് പഴംപൊരി എന്ന് പറഞ്ഞിട്ട്. രാത്രി കിടക്കാൻ നേരത്തും അബി പറഞ്ഞു അമ്മ പഴംപൊരി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചല്ലേ എന്ന് ചോദിച്ചിട്ടാണ് കിടന്നത് കേട്ടോ. അപ്പോൾ അവൻ വരുമ്പോഴത്തേക്കിനും
പഴംപൊരി ഉണ്ടാക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ച്. അവൻ വിളിക്കുമ്പോൾ ചിലരൊക്കെ വിചാരിക്കും മോനാണ് രണ്ടുപേരും, അല്ലെങ്കിൽ ഒരാൾ മോനാണ് എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട് കേട്ടോ. അബദ്ധത്തിൽ ഇങ്ങനെ വായിൽ എടാ മോനെ കൊച്ചേ എന്നൊക്കെ ഇങ്ങനെ വന്നു പോകുന്നതാണ്. അപ്പോൾ രണ്ടുപേരും പെൺകുട്ടികളാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാപ്പി അവിടെ നിന്ന് വിശാലമായിട്ട് കാപ്പിയൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ കൂടെ ഇരുന്ന് കാപ്പി ഞാനും കൂടെ കുടിച്ചേക്കാമെന്ന് വിചാരിച്ചു. അല്ലെ പിച്ചിപ്പറിച്ച് കുറേയൊക്കെ കളയും കേട്ടോ. അപ്പോൾ ഒരാൾ വർത്താനം പറഞ്ഞ് കൂടെ ഇരിക്കുകയാണെങ്കിൽ കുറച്ച് നേരമോടൊക്കെ ഇരുന്ന് കഴിച്ചോളൂല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ പിന്നെ ഞാനും ഒരു 2 ദോശയും കുറച്ച് ചമ്മന്തിയും കട്ടൻ ചായയൊക്കെ ആയിട്ട് വന്ന് കുഞ്ഞാപ്പിയുടെ കൂടെ ഇരുന്ന് ഒരുമിച്ചിരുന്ന് അങ്ങ് കാപ്പി കുടിച്ചു കേട്ടോ. അപ്പം ഞാനങ്ങനെ കൂടത്തി ഇരുന്നുകൊണ്ട് ആളത് മുഴുവൻ കഴിച്ചിട്ടേറ്റ് പോയി, ഇല്ലേ കുറച്ച് പിച്ചിപ്പറിച്ചെറിഞ്ഞാനേട്ടാ. അങ്ങനെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോളി ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ 2 ദിവസമായി ബോളി ഉണ്ടാക്കാനായിട്ട് പ്ലാനിങ് ചെയ്യുന്ന. അപ്പം മുതലിരുന്ന് നമ്മുടെ പഴമൊക്കെ ചെറുതായിട്ട് കറുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഒരു 2 എണ്ണം ശരിക്കങ്ങ് പഴുത്തങ്ങ് പൊടിയാറുള്ള പരുവത്തിലായിരുന്നു കേട്ടോ. അപ്പം ഞാനത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു അത് ഞാൻ കഴിച്ച് വലിയ കുഴപ്പമില്ലാത്തൊരു 3-4 എണ്ണം എടുത്ത് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ തോലൊക്കെ കളഞ്ഞ് നടുവേ ഒന്ന് കഷ്ണിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ബോളി ഉണ്ടാക്കണം. അപ്പോൾ അതിന് മുന്നേ അരി അങ്ങ് അടുപ്പയിലേക്ക് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ തിളച്ച് കഴിഞ്ഞാൽ റൈസ് കുക്കറി വെച്ച് കഴിഞ്ഞിട്ട് അതൊക്കെ ബോളിയൊക്കെ ഉണ്ടാക്കി സാവകാശം കറിയൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. ചോറ് വേകാനാണല്ലോ കുറച്ച് സമയം എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അരിക്കുള്ള വെള്ളമൊക്കെ വെച്ച് അരി കഴുകി അടുപ്പയിലേക്ക് ഇട്ട് പിന്നെ കുടിക്കാനുള്ള വെള്ളവും വെച്ചു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കുടിവെള്ളം അങ്ങ് തിളപ്പിച്ച് ആറിച്ചങ്ങ് വെച്ചേക്കാണ്. പിള്ളേർ ഇടയ്ക്ക് ചോദിച്ച് വരുമ്പോൾ അങ്ങ് എടുത്ത് കൊടുത്താൽ മതിയല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മളിനി ബോളി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പം അതിനുള്ള മാവ് തയ്യാറാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്, കുറച്ച് കടലമാവും, പിന്നെ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇച്ചിരീച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ മാവ് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ബോളിയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോയിലൊക്കെ കാണാമല്ലോ, ഒരു ഒരു പാകം നന്നായിട്ട് നമ്മുടെ പഴത്തിൽ നന്നായിട്ട് പിടിച്ചിരിക്കണം നമ്മുടെ മാവ്. ആ ഒരു പരുവത്തിൽ ഇളക്കി യോജിപ്പിച്ച് റെഡിയാക്കി എടുത്ത് മാറ്റി വെച്ച് അപ്പോഴേക്ക് നമ്മുടെ ചോറൊക്കെ തിളച്ചു, പിന്നെ നമ്മുടെ കുടിവെള്ളവും തിളച്ചു കേട്ടോ. പിന്നെ അത് ഞാൻ ഓരോ സ്ഥലത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ബോളി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ മാവ് റെഡിയായിട്ടുണ്ട്. ചട്ടി അടുപ്പയിൽ വെച്ചു, എണ്ണ ഒഴിച്ച് കൊടുത്തു. പിന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പഴം ഇങ്ങനെ മുക്കി എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് നമ്മുടെ ബോളി റെഡി. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കിനും പിള്ളേർ സൈഡിൽ കൂടെ വന്നിങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇത് എപ്പോൾ റെഡിയാകുമെന്ന് ചോദിച്ചിട്ട് കേട്ടോ. ഇതാണ് നമ്മൾ വറക്കവും പൊരിക്കുകയും ഒക്കെ ചെയ്യുന്ന ചട്ടി. നല്ല ഐശ്വര്യമുള്ള ചട്ടിയായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ കൈപ്പിടി ഒരെണ്ണം പോയി. ഇനിയിപ്പോൾ ഇച്ചിരി പൈസ കിട്ടിയിട്ട് വേണം ഇതേപോലത്തെ ഒരു ചട്ടി മേടിക്കാൻ കേട്ടോ. അപ്പം നമ്മുടെ ബോൾ ഇവിടെ പതുക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് എത്രത്തോളം ക്ലിയറായിട്ട് കേൾക്കാമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പുറത്തിങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു എരപ്പ് പോലെയൊക്കെ ഉണ്ടായിരിക്കും, എന്നാലും ഞാൻ മാക്സിമം ഒച്ചയെടുത്താണ് ഇത് പറയുന്നത് കേട്ടോ. പിന്നെ എന്ത് ചെയ്യാനാണ്, മഴക്കാലത്ത് വീഡിയോ എടുക്കുമ്പോൾ ഇത് സ്ഥിരമുള്ള പ്രശ്നമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ, അപ്പുറത്തെ മുറിയിലും ഇരിക്കാൻ പറ്റത്തില്ല, ഇപ്പുറത്തെ മുറിയിലും ഇരിക്കാൻ പറ്റത്തില്ല. ഒരു തരത്തിൽ മഴയുടെയും സാഹചര്യങ്ങളുടെയൊക്കെ നോക്കിയാണ് നമ്മൾ വീഡിയോ വോയിസ് ഓവർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റാതിരുന്നത്. ഇന്നലെ ഇടേണ്ട വീഡിയോ ആയിരുന്നു ഇത്. ഇന്നലെ കാര്യം പറഞ്ഞാൽ പകൽ നല്ല അന്തരീക്ഷമായിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ മഴ അങ്ങ് ശക്തമായിട്ട് പെയ്തില്ല, ഒരു ചെറിയ തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇന്നലെ നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ അമ്മയുടെ അടുത്തിട്ട്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് തിരിച്ച് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും സമയം പോയിട്ടോ. പിന്നെ വന്നു കഴിഞ്ഞ് ഓരോരോ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ തിരക്കിലായിപ്പോയി. പിന്നെ കുഞ്ഞാപ്പിക്ക് ഇന്നലെ എന്തെന്നില്ലാത്തൊരു ചിത്താന്തമൊക്കെ ആയിരുന്നു കേട്ടോ. അവൻ ഉറങ്ങിയപ്പോൾ തന്നെ 11:30 ആയിട്ടുണ്ടായിരുന്നു. അവനെ ഉറക്കിയിട്ട് പോയി എഡിറ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാൻ അനങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിനും ആളെ അറിഞ്ഞ് പിന്നെ എണീറ്റ് പിന്നെ കാറിച്ചൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ തന്നെ കിടന്നു കേട്ടോ. പിന്നെ പകൽ എണീറ്റിട്ട് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞപ്പോൾ രാവിലെ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ പരിപാടി നടന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ കാപ്പി കുടിക്കൽ പരിപാടിയെല്ലാം കഴിഞ്ഞു ബോളിയൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു. അതിന് ശേഷം വന്നിട്ട് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ട് സകലമായ പാത്രങ്ങളും കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കറിയൊക്കെ വെക്കണം. ചോറ് ഇനി ഒരു 12 ആകുമ്പോഴത്തേക്കിനും ഒന്നുകൂടെ തിളപ്പിച്ചിട്ടൊന്ന് വാർത്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം ബീറ്റ്റൂട്ട് തോരൻ വെക്കാമെന്ന് വിചാരിച്ച് അതിന് ബീറ്റ്റൂട്ട് എടുത്ത് തോലൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുത്ത് കഴുകിയിട്ട് മുറിച്ച് നമ്മളിതുപോലെ കൊത്തി നുറുക്കി അരിഞ്ഞെടുക്കുന്നുണ്ട്. കൈയൊക്കെ കുരുകുരാ കീറിയ പാടൊക്കെ ഉണ്ട് കേട്ടോ കയ്യിൽ. എന്നാലും നമ്മൾ കയ്യിൽ തന്നെ വെച്ച് കുരുകുരാന്ന് അരിഞ്ഞെടുക്കുകയാണ്. നമ്മുടെ ചോപ്പർ പോയതൊരു കഷ്ടമായി പോയിട്ടോ. പിന്നെ വെള്ളോറ ഇട്ടാലും കാര്യമില്ല, ഇപ്പോഴത്തെ വെള്ളോറയ്ക്കൊക്കെ അപ്പം താടിയുടെ കനമുള്ളൂ കേട്ടോ. നമ്മൾ 2 അരിയിൽ അരിയുമ്പോഴത്തേക്കിനും അത് കീറും, പിന്നെ അതങ്ങ് കീറിപ്പൊളിഞ്ഞങ്ങ് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. പണ്ട് എനിക്ക് ജിച്ചേച്ചി അവിടുന്ന് ജിച്ചേച്ചിയുടെ വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കിനും ഒരു 3-4 വെള്ളോറ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കട്ടിയായിരുന്നു. അത് കുറേ
കുറേ കാലം ഞാൻ യൂസ് ചെയ്ത് അത് പൊട്ടിയല്ല പോയത്, എങ്ങനെയോ എൻ്റെ കയ്യിൽ നിന്ന് കാണാതെ പോയതാണ് കേട്ടോ. നമ്മുടെ ആ പെയിൻ്റടിയൊക്കെ നടന്ന സമയത്ത് ആ വിരലിറക്കി നല്ല കട്ടിയായിരുന്നു കേട്ടോ. നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും കടയിൽ നിന്ന് മേടിക്കുന്ന വലിയ കട്ടിയൊന്നുമില്ല കേട്ടോ. 2 അരിയിൽ അരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും അത് കീറി പൊട്ടി പോകും കേട്ടോ. അത് മറ്റേത് ഫാക്ടറിയിൽ നിന്ന് കൊണ്ടുവന്നേക്കൂട്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ചേച്ചി വരുമ്പോൾ വേണം അത് കൂട്ടിയിട്ട് 2-3 വിരലറൊന്ന് സംഘടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ തോരനുള്ളത് കുരുകുരാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളിനി കറി വെക്കാനായിട്ട് പോവാണ്. അപ്പോൾ ആ ചട്ടി അടുപ്പയിൽ വെച്ചിട്ടുണ്ട്. കടുകില്ലാത്തതുകൊണ്ട് ഉള്ളി മൂപ്പിച്ച് അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് നമ്മൾ ഒതുക്കി എടുത്തിട്ടുള്ള തേങ്ങ, ഉള്ളി, മുളക്, മഞ്ഞൾ, ഇത്രയും സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അറിയാമല്ലോ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ചട്ടി പെട്ടെന്ന് അടുക്കി പിടിക്കുന്നതായതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മൂടി വെച്ച് വേവിക്കുന്നില്ല, തുറന്ന് തന്നെ വെച്ച് വേവിക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ ഭയങ്കരമായിട്ട് വെള്ളമയമായിട്ട് അങ്ങനെ കുഴഞ്ഞു പോകത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ തുറന്ന് വെച്ചാണെങ്കിൽ ആ വെള്ളം അങ്ങ് വറ്റി അങ്ങ് പൊക്കോളൂല്ലോ. അങ്ങനെ തുറന്ന് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ചിക്കി ഇട്ടിട്ട് നമ്മുടെ തോരൻ റെഡിയാക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞുകൊണ്ട് വലിയ അധികം വേവൊന്നുമില്ല കേട്ടോ. 2 ആവി കയറുമ്പോഴേ വെന്ത് കിട്ടും. പിന്നെ തേങ്ങയ്ക്കധികം അങ്ങനെ വേകേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നിമിഷ നേരം കൊണ്ട് നമ്മുടെ ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി ഇത് എടുത്ത് മാറ്റി വെച്ചിട്ട് അടുത്ത പരിപാടിയിലേക്ക് പതുക്കെ കിടക്കാം. പാവയ്ക്ക തീയൽ വെക്കാം. ഒരു പാവയ്ക്ക ഇരിപ്പുണ്ട്. അപ്പോൾ അത് ഞാൻ ആദ്യം ഓർത്തത് മീനും പാവയ്ക്കയും കൂടെ ഒരുമിച്ച് തോരൻ വെക്കാമെന്നാണ് കേട്ടോ. പിന്നെ എനിക്ക് തോന്നി അല്ലേ വേണ്ട, ചാറുകറിക്ക് അന്നേരം ഒന്നും ഇല്ലല്ലോ, എന്നാൽ പിന്നെ പാവയ്ക്ക തീയലാക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ നമ്മുടെ തോരൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾക്ക് ഇനി തീയൽ വെക്കാൻ ആവശ്യമായിട്ടുള്ള തേങ്ങ ചിരകി എടുത്തു കേട്ടോ. അപ്പോൾ അതെടുത്ത് മാറ്റി വെച്ചിട്ട് പാവയ്ക്ക ഒന്ന് കഴുകി വൃത്തിയാക്കി ഇതുപോലെ നീളത്തി ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. ആകെപ്പാടെ ഒരെണ്ണേ ഉള്ളൂ, പക്ഷെ ഞാൻ കയ്പുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ തോരൻ വെച്ചില്ലേ, അപ്പം അത് പെട്ടെന്ന് ആക്കി എടുത്തുകൊണ്ട് വലിയ കഴിച്ചില്ല, എന്നാലും കയ്പുള്ളേക്കൂട്ട് പാവയ്ക്ക ആയിരുന്നു കേട്ടോ. അപ്പം ഇതുപോലെ നീളത്തി അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങ കുറച്ച് കൂടുതൽ നന്നായിട്ട് വറുത്തരച്ച് ചേർത്ത കയ്പിനെ ഒന്ന് ബാലൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ തീയിൽ വെക്കുമ്പോൾ കുറച്ച് പുളിവെള്ളം കൂടെ പിഴിഞ്ഞ് ഒഴിക്കുമല്ലോ. പിന്നെ നമ്മൾ സദ്യക്കൊക്കെ ഇങ്ങനെ ഇലത്തുമ്പി വിളമ്പുന്ന തീയലില്ലേ, കുറുകനുള്ള കട്ടിക്ക്, അങ്ങനെ അല്ലാതെ കുറച്ച് ലൂസാക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതാകുമ്പം നമുക്ക് ചോറിനിങ്ങനെ കുഴച്ച് കഴിക്കാൻ പാകത്തിന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ നമ്മളിപ്പോൾ വീട്ടിലെ ആവശ്യത്തിനാണല്ലോ ഉണ്ടാക്കുന്നത്, നമുക്ക് സദ്യയൊന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ മാത്രമാണല്ലോ കഴിക്കുന്നുള്ളൂ. അപ്പം സദ്യക്കുള്ളത് കുറച്ചുകൂടെ കുറുക്കി എടുക്കും, അല്ലാത്ത ഇപ്പം നമുക്ക് കുറച്ച് നീട്ടത്തിൽ ചാറാക്കി എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആദ്യം പാവയ്ക്കായ്ക്ക് നല്ല കയ്പുള്ളതുകൊണ്ട് പെട്ടെന്നൊന്ന് വഴറ്റി വെച്ചേക്കാമെന്ന് വിചാരിച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മുടെ പാവയ്ക്ക ഒന്ന് വഴറ്റി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ അത് ഇരുന്ന് കഴിച്ചു പോട്ടും. അപ്പോൾ അതുകൊണ്ട് പിന്നെ പുളി നമ്മൾ എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ച് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ തേങ്ങ ചിരകിയതും കുറച്ച് ഉള്ളിയും പിന്നെ വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്, മല്ലിപ്പൊടിയും ഒക്കെ പൊടിയായിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തേങ്ങയും ഉള്ളിയും മാത്രം ഒന്ന് മൂപ്പിച്ച് വറുത്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ അതിനകത്തേക്ക് ഞാൻ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, ഓട്ടുവറ വറുത്തെടുക്കുകയാണ്. കാരണം നമ്മൾ പാവയ്ക്ക വഴറ്റി വെച്ചേക്കുന്നതിനകത്തേക്ക് ന്യായം എണ്ണയുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഉള്ളിയും തേങ്ങയും നന്നായിട്ട് വറുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക്. അപ്പോൾ അത്രയും സാധനം ഇട്ടൊന്ന് പൊടിയൊക്കെ മൂപ്പിച്ച് എടുത്തിട്ട് കുറച്ച് നേരം തണുക്കാൻ വെച്ച് അതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കുകയാണ് കേട്ടോ. നല്ല തേങ്ങയിലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന രീതിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ ആ അടുപ്പങ്ങ് ഫ്രീ ആയല്ലോ. അപ്പം ഞാൻ വിചാരിച്ച് ചോറ് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ റൈസ് കുക്കറിലിരുന്ന് ചോറെടുത്ത് ഒന്നുകൂടെ അടുപ്പയിൽ വെച്ച് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്നുകൂടെ തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാർക്കാം കേട്ടോ. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന പാവയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുകയാണ്. പിന്നെ നമ്മുടെ മിക്സിയുടെ ജാറൊക്കെ കഴുകി പുളിവെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു. അത് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കി കുറച്ച് ഒരു നുള്ളു ഉപ്പൂടെ വേണം തോന്നിയത് കൊണ്ട് ഒരു നുള്ളു ഉപ്പൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ലൂസാക്കിയാണ് കേട്ടോ എടുത്തേക്കുന്നത്, തീരെ അങ്ങ് കുറുകനെ പരുവല്ലാത്താട്ട്. അങ്ങനെ തിളച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ തീയൽ റെഡി. അതിന് ശേഷം വന്നിട്ട് കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ നമ്മൾ മീനങ്ങ് വറുത്തെടുത്ത് 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് കേട്ടോ. എനിക്കിഷ്ടമാണ് ചോറ് കൊടുത്ത് ഇങ്ങനെ മുളക് കടിച്ചു കൂട്ടാൻ, പ്രത്യേകിച്ച് ഇങ്ങനെ ഉണങ്ങിയെടുക്കുന്ന കൂട്ടം മുളക് എണ്ണയ്ക്കകത്ത് കിടന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മീനിനകത്തേക്ക് കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് എനിക്ക് മാത്രമുള്ളതാണ്, അപ്പോൾ അതുകൊണ്ടാണ് 3-4 കേട്ടോ. അങ്ങനെ മീനും വറുത്ത് അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തെ ഊണിനുള്ളതെല്ലാം കാലമാക്കി മാറ്റി വെച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ കിച്ചൺ ഡ്യൂട്ടീസ് ഏകദേശം അവസാനിച്ചിട്ടുണ്ട്.
അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ അലക്കിയിട്ട തുണിയെല്ലാം ഒന്ന് വിരിച്ചിടുകയാണ് കേട്ടോ. പുറത്തെ അഴയിലോട്ട് വിരിക്കുന്നില്ല, കാരണം മഴ പെയ്യും തോരും എന്നുള്ള കണ്ടീഷനിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് വിരിച്ചാലും നമുക്ക് പിറക്കാനുള്ള സമയമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചാർത്തിലോട്ടെല്ലാം വിരിച്ചിടുകയാണ്. പിന്നെ ഇപ്പോൾ ഡ്രയറിനകത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടായതുകൊണ്ട് ചാർത്തി വിരിച്ചാലും ഒരു ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കിനും അത്യാവശ്യം ഒന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. പിന്നെ അകത്തോട്ട് എടുത്തിട്ട് ബാക്കി ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ തുണിയെല്ലാം ചാർത്തിലോട്ട് വിരിച്ചു. പിന്നെ അടിക്കാനും തുടയ്ക്കാനും ഇന്ന് കാര്യമായിട്ടൊന്നുമില്ല, കാരണം ഇന്നലെ രാത്രി ഞാനെല്ലാം അടിച്ച് തുടച്ചെല്ലാം ഇട്ടിട്ടാണ് കേട്ടോ കിടന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ മഴയൊക്കെ ആയതുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങുമോ അങ്ങനെ പൊടി ചവിട്ടി കയറ്റുമോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. വേറെ അലങ്കോലപ്പെടാനുള്ള സാഹചര്യങ്ങൾ കുറവാണ്. പിന്നെ നമ്മൾ കിച്ചണിൽ പണിയെടുക്കുമ്പോൾ കുറച്ച് ഉള്ളിത്തൊലി ഇതൊക്കെ വീഴും, അത് ജസ്റ്റ് ഒന്ന് തൂത്തെടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തുണിയെല്ലാം വിരിച്ചിട്ടിട്ട് വന്നപ്പോഴത്തേക്കിനും മഴ ചെറുതായിട്ടൊന്ന് ശമിച്ച് നിന്ന്. ആ സമയത്തിന് ഞാൻ ഓടിപ്പോയി കുടിക്കാനുള്ള വെള്ളം എടുത്തുകൊണ്ട് വന്നു കേട്ടോ. അങ്ങനെ കുടിവെള്ളം എടുത്ത് ഉണന്ന് വെച്ച് അത് കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്നപ്പോഴാണ് ഏട്ടായി പറഞ്ഞത്, എന്നാൽ നമുക്ക് അച്ഛൻ്റെ ഇവിടെ എടുത്തിട്ടൊന്ന് പോയാലോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ പോകാമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. മഴ തോരുവാണ് പോകാമെന്നൊക്കെ പറഞ്ഞ്. പിള്ളേരാണെങ്കിലും വീട്ടിലിങ്ങനെ ഒരു മുറിക്കകത്ത് തന്നെ ഇരുന്നിരുന്ന് മടുത്തോണ്ട് അവർക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണം എന്നുള്ള തൊരയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞാൽ പോകാം അപ്പാ പ്ലീസ് അപ്പാ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തുടങ്ങുക. അപ്പോൾ അതുകൊണ്ട് ചുമ്മാ അവിടെ വരെ ഒന്ന് പോകാമെന്ന് പറഞ്ഞിരിക്കണം, എന്നാൽ വേഗം ചോറിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ മീൻ വറുത്തതും തീയലും ബീട്രൂട്ടൊക്കെ കൂട്ടി ചോറൊക്കെ ഉണ്ട്. അതിനുശേഷം പിള്ളേരെയൊക്കെ ഒന്ന് ഡ്രസ്സൊക്കെ മാറിച്ച് നമ്മളിനി അങ്ങോട്ട് പോവുകയാണ്. ഇപ്പോഴാണെങ്കിൽ മഴ തോർന്ന് നിൽക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് വേഗം പോയേക്കാന്ന് പറഞ്ഞാൽ നമ്മൾ വെച്ച് വിട്ട് പോവാണ് കേട്ടോ. ഷോർട്ട് കട്ടൊക്കെ ചാടിയാണ് നമ്മൾ പോകുന്നത്. പിന്നെ പോകുന്ന വഴിക്ക് പാലൊക്കെ മേടിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും 4 മണി കാപ്പി കുടിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളിത് ആ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴിയും പരിസരമൊക്കെ മഴയിൽ കുതിർന്ന് നിൽക്കുകയാണ്. മൊത്തത്തിലൊരു പച്ച മയമായിട്ടുണ്ട് കേട്ടോ. ഇത്രയും നാളും കരിഞ്ഞുണങ്ങിക്കിടന്ന പ്രദേശമാണെന്ന് കണ്ടാൽ പറയത്തില്ല കേട്ടോ. നല്ല ഹരിതാഭയായിട്ടുണ്ട്. മരങ്ങളൊക്കെ നനഞ്ഞ് കുളിച്ച് നല്ല തണുത്ത കാറ്റ് കേട്ടോ ബൈക്കിലിങ്ങനെ പോകുമ്പം. പിന്നെ ചെറുതായിട്ട് ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ടവലൊക്കെ വെച്ച് പിള്ളേരുടെ തലയ്ക്ക് ഇങ്ങനെ മൂടിക്കെട്ടിയാണ് കേട്ടോ പോകുന്നത്. എന്നാലും കുഴപ്പമില്ല, കുറേ ദിവസം കൂടി വീട്ടിൽ നിന്നൊന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു സന്തോഷം കേട്ടോ. നമ്മളങ്ങനെ എങ്ങും പോകുന്നില്ലല്ലോ, അഥവാ പോയാലും എനിക്ക് സത്യം പറഞ്ഞാൽ മടുപ്പാണ്. വലിയ ലോങ് ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ വോമിറ്റിംഗ് ടെൻഡൻസി, ഭയങ്കര ക്ഷീണമാണ്. എനിക്ക് എങ്ങും സത്യം പറഞ്ഞാൽ പോകാൻ വലിയ ഇഷ്ടമില്ല. പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വീട്ടിലെത്തുന്ന സ്ഥലങ്ങളൊക്കെ പോകാനാണ് കേട്ടോ ഇഷ്ടമുള്ളൂ. അങ്ങനെ നമ്മൾ ഒരു കടയിൽ കയറി പാലും ബ്രെഡും നെയ്യപ്പൊക്കെ വാങ്ങിച്ച് അങ്ങനെ നമ്മൾ വീടെത്തിയിട്ടുണ്ട്. വീട്ടിൽ വന്നപ്പോൾ അവിടെ അമ്മയില്ലായിരുന്നു കേട്ടോ. അമ്മ പേട്ടയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയേക്കായിരുന്നു. അച്ഛൻ ഇങ്ങനെ തിണ്ണയിലിങ്ങനെ വിദൂരതയിലേക്ക് നോക്കിയിരുന്ന സമയത്താണ് ഞങ്ങളവിടെ ചെല്ലുന്നത്. അച്ഛന് കൂട്ടായിട്ട് 3-4 പ്രാവുകളൂടെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. മുറ്റത്ത് ഇങ്ങനെ കൊത്തി പറക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ അവിടെ ഇങ്ങനെ പ്രാവുകൾക്ക് അരിയൊക്കെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവർക്ക് പേടിയൊന്നുമില്ല, നമ്മൾ അതിലിങ്ങനെ കയറി പോന്നാലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഒരു ഡസൻ ഉണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ കുറച്ച് പേരൊക്കെ പറന്നുപോയി, കുറച്ച് പേർ അവിടെ ഇരുന്ന് കൊത്തിപ്പറക്കി വയറൊക്കെ നിറച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഒരാൾക്ക് വയറ് നിറഞ്ഞില്ലെന്ന് തോന്നുന്നു, അദ്ദേഹം ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും പിന്നെ കുറച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തു, കുഞ്ഞാപ്പി ഇട്ട് കൊടുത്തു. ആളവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. നമ്മുടെ ഈ വീടിൻ്റെ തൊട്ട് അപ്പുറമായിട്ട് ഒരമ്പലമാണ്, ആറിനോട് ചേർന്നുള്ള അമ്പലം. നമ്മൾ ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ വ്ളോഗായിട്ട് ചെയ്തപ്പോൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വരുന്നവരാണെന്നാണ് നിഗമനം, അമ്പലപ്രാവുകളാണ്. അങ്ങനെ പിന്നെ കുറേ നേരം തിണ്ണയിലിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ മാതള നാരങ്ങയും നമ്മുടെ മാങ്ങാപ്പഴമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് കുറച്ചിത് കഴിച്ച് ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞ് കുറേ നേരം ഇരുന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നു പോയിട്ടോ. തിരിച്ച് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്തത്. പോരുന്ന വഴിക്ക് എനിക്ക് ആ ചിന്ത വന്നായിരുന്നു. പിന്നെ ബാക്കി കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും അമ്മ വന്നു. പിന്നെ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ വാചകം അടിച്ച് ഇങ്ങനെ ഇരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് കഴിഞ്ഞപ്പം മഴയ്ക്ക് ഇപ്പുറം പോന്നേക്കാന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ റിട്ടേൺ വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അല്ല കേട്ടോ പോകുന്നത്, വൈകിട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും. വിളക്കൊക്കെ വെക്കുന്നതിനിപ്പുറം മഴയൊക്കെ കനക്കുന്നതിനിപ്പുറം പിള്ളേരെയും കൊണ്ട് പോരണ്ടല്ലേ, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങ് പോകുന്നു കേട്ടോ. വിട്ടടിച്ച് പോകുന്നു, ഷോർട്ട് കട്ടൊക്കെ ചാടി അങ്ങോട്ട് പോയ പോലെ തന്നെ കേട്ടോ. അങ്ങനെ നമ്മൾ വീടെത്തിയിട്ടുണ്ട്. വീട്ടിൽ വന്ന് കയറി കുറച്ച് നേരം ഞങ്ങൾ ഇങ്ങനെ ഇരുന്നു കേട്ടോ. പിള്ളേരെയൊക്കെ ഒന്ന് കിടത്തി ഉറക്കി. അങ്ങനെ അവർ കിടന്നുറങ്ങി. പിന്നെ ഞങ്ങളും കുറച്ച് നേരം കിടന്നുറങ്ങി. എണീറ്റ് വന്ന് ഇനി വൈകിട്ടത്തെ പരിപാടികൾ പതുക്കെ ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ അടുപ്പിൽ തീയൊക്കെ പിടിപ്പിച്ച് പതുക്കെ വൈകിട്ട് കുളിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ടിപ്പുവിൻ്റെ ചോറൊക്കെ ഒന്ന് ചൂടാക്കി അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തു. പിന്നെ കുളിക്കാൻ ആദ്യം കയറി. പിന്നെ ഞാൻ പിള്ളേരെ ഒന്ന് തുടയ്ക്കാനൊക്കെ ഉള്ള കുറച്ച് തുളസിയിലൊക്കെ പറിച്ച് വെള്ളത്തിൽ തിരുമ്മിയൊക്കെ കൊണ്ടുവന്നിട്ടു.
അതിന് ശേഷം വന്നിട്ട് പെരയ്ക്കാകമൊക്കെ ഒന്ന് അടിച്ച് ഇനിയിപ്പം വിളക്ക് വെക്കേണ്ട സമയമൊക്കെ ആയല്ലോ. അപ്പോൾ അതുകൊണ്ട് തിണ്ണയും പെരയ്ക്കാകവും എല്ലാം ഒന്ന് അടിച്ച് തൂക്കൊന്നും തുടയ്ക്കുന്നൊന്നും ഇല്ല കേട്ടോ. കാരണം ഇനി മുതൽ ഒന്നരാടം വെച്ചിട്ടേ തുടയ്ക്കുന്നുള്ളൂ. കാരണം ഇപ്പം മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് മൊത്തത്തിലൊരു ഈർപ്പം മഴയല്ലേ. അപ്പം അതിൻ്റെ കൂടത്തിൽ തുടയ്ക്കുകയും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഭയങ്കര തണുപ്പാണ് കേട്ടോ ടൈലിന്. പിന്നെ ഞാനാണെങ്കിൽ ഇതിനകത്തോടെ ചെരുപ്പ് ഇടാതാണ് ഇങ്ങനെ ഫുൾ ടൈം നടക്കുന്നത്. അപ്പോൾ കാലിനൊക്കെ ചെറുതായിട്ട് വേദനയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നേറ്റിക്കിടുന്ന കൂടി 2 ചെരുപ്പുണ്ട് കേട്ടോ. പക്ഷേ അത് ഞാൻ പുറത്താണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരുന്നത്. അകത്തങ്ങനെ ചെരുപ്പിടാറില്ലായിരുന്നു കേട്ടോ. അപ്പം ഇനി അതിലൊരെണ്ണം കഴുകി വൃത്തിയാക്കി എടുത്ത് അകത്തിട്ടുകൊണ്ട് നടക്കണം, അല്ലെങ്കിൽ ചെറുതായിട്ട് കാലിന് വേനയൊക്കെ പിടിപിടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയെല്ലാം അടിച്ച് വാരി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഏട്ടായി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ആൾ തന്നെ വിളക്കൊക്കെ വെച്ചു കേട്ടോ. ഏട്ടായി വീട്ടിലുള്ള ദിവസം ഏട്ടായി തന്നെ വിളക്കൊക്കെ വെച്ചോളും. ഞാൻ കുറച്ചുകൂടെ ഒന്ന് കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് ഓർത്തിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കാരണം ടിപ്പുവിൻ്റെ ചോറ് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അന്ന് ചൂടാക്കിയിട്ട് അവനോട് ചോറ് കൊടുക്കുകയാണെങ്കിൽ കുളി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നനഞ്ഞ് പുറത്തോട്ട് ഇറങ്ങണ്ടല്ലോ. പിന്നെ നമ്മുടെ ബെഡ്റൂമും കൂടെ ഒന്ന് അടിച്ച് വരണം. പിള്ളേർ മുട്ടായിക്കടലാസൊക്കെ കൊണ്ടുപോയിട്ട് ചെറുതായിട്ട് ഉറുമ്പ കയ്യിലേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അടിച്ച് വാരാൻ തുടങ്ങിയപ്പോഴത്തേക്കിനും 2 പേരും ഏറ്റ് വന്ന് പിന്നെ അവരെ ഒന്ന് സമാധാനപ്പെടുത്തി വന്നപ്പോഴത്തേക്കിനും വിശക്കുവാണ്, ചോറ് വേണമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ അവർക്ക് ചോറൊക്കെ വാരി കൊടുത്തു. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മഴയൊക്കെ ആണ്, നേരത്തെ കിടന്ന് ഉറങ്ങുമല്ലോ. എന്നാൽ പിന്നെ നേരത്തെ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ചോറൊക്കെ വാരി കൊടുത്തതിന് ശേഷം വന്നിട്ട് ബെഡ്റൂം ഇതാ മൊത്തത്തിലൊന്ന് അടിച്ച് വൃത്തിയാക്കി ക്ലീനാക്കി എടുക്കുന്നുണ്ട്. എപ്പം നമ്മൾ ക്ലീനിങ്ങിന് വന്നാലും ഞാൻ ഇതുപോലെ കട്ടിലൊക്കെ മാറ്റി അതിനടിയിലെ പൊടിയൊക്കെ തൂത്ത് നല്ല വൃത്തിയാക്കിയായിട്ടാണ് ഇടുന്നത്. കട്ടിലിനടിയിലൊക്കെ ഇങ്ങനെ പൊടി പിടിച്ചിരുന്ന് നമ്മൾ ഫാനൊക്കെ കറങ്ങുമ്പോൾ അതൊക്കെ നമ്മുടെ മൂക്കിനകത്ത് വന്ന് കയറൂല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത് മുഴുവൻ ക്ലീനാക്കി ഇട്ടേച്ച് വന്നപ്പോഴത്തേക്കിനും നമ്മുടെ ടിപ്പുവിൻ്റെ ചോറൊക്കെ ചൂടായിട്ടുണ്ടായിരുന്നു. പിന്നെ അവന് ചോറൊക്കെ കൊടുത്തു. അതിന് ശേഷം പോയി വൃത്തിയായിട്ട് കുളിച്ച് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് കുറച്ച് നേരം പ്രാർത്ഥന കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോയി. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ടി വി ഒക്കെ കണ്ട് കുറച്ച് നേരം ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കുക, ബിഗ് ബോസൊക്കെ കാണണം, അങ്ങനെയുള്ള ഉദ്ദേശങ്ങളൊക്കെയാണ്. പിന്നെ കുറേ നേരം പിള്ളേരെയൊക്കെ ഒന്ന് കളിപ്പിച്ച് വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്ന് നമുക്കും എവിടെയെങ്കിലൊക്കെ ഇരിക്കണമല്ലോ, മഴയും തണുപ്പൊക്കെ അല്ലേ. അങ്ങനെ കുറേ നേരം കളിച്ച് ഇരിച്ചിങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി കട്ടൻ ചായ ഇട്ട് കുടിച്ചേക്കാന്ന്. അങ്ങനെ ഇതാ ചായക്ക് വെച്ചിട്ടുണ്ട്. എൻ്റെ ബനിയും കണ്ട് ആരും ഞെട്ടണ്ട കേട്ടോ, ഇതെല്ലാം കെട്ടിയവൻ്റെയാണ്. മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് തുണിയൊന്നും ഉണങ്ങുന്നില്ല. അപ്പം ഞാൻ കൈക്കിട്ടതൊക്കെ എടുത്തിടുന്ന അവസ്ഥയാണ് കേട്ടോ. ഏട്ടാ ഇന്നലെ ബനിയും തപ്പി ചെന്നപ്പോൾ ഞാനെല്ലാം ഇട്ടിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ബനിയൊന്നും ഏട്ടയ്ക്ക് കൊടുക്കുന്നില്ല, ഞാൻ തന്നെ ഇടാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നല്ല ചേളാങ്കം പോലെ ഇരിക്കുന്നത് കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നല്ല ചൂട് കിട്ടാൻ ഈ ബനിയനാണ് നല്ലത് കേട്ടോ. അതാകുമ്പോൾ കുറച്ച് കൈയുടെ അവിടെയൊക്കെ ഇങ്ങനെ താന്ന് കിടന്നോളൂല്ലോ. അങ്ങനെ ചായയൊക്കെ ഇട്ട് പിന്നെ പോയി ചായക്ക് ഇട്ട് കൊടുത്ത് പിള്ളേർക്കും കൊടുത്തു, ഞാനും കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ചോറുണ്ടേക്കാന്ന്, എന്തോ എനിക്ക് വിശക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ പിന്നെ ചോറും ഉണ്ടു. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞൊരു 9-9:30 ആയപ്പോഴത്തേക്കിനും കുഞ്ഞാപ്പി കിടന്നുറങ്ങി കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് നേരം കൂടെ ഇരുന്ന് ബിഗ് ബോസൊക്കെ കണ്ടിട്ട് കിടക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോയതുകൊണ്ട് വൈകിട്ട് ഇനി ക്ലീനിങ് പരിപാടിയൊന്നും ഇല്ല കേട്ടോ. എല്ലാം ഉച്ചയ്ക്ക് വൃത്തിയാക്കി ഇട്ടിട്ടല്ലേ പോയത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ പരിപാടികൾ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ, സീ യു.